ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പം എന്തെല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖം. അപ്പോൾ എന്താ പരിപാടി വെച്ചാൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ചോറ് നിന്നിട്ടില്ല കേട്ടോ. സമയം ഇപ്പോൾ വൈകുന്നേരമായി, പക്ഷേ ചോറ് നിന്നിട്ടില്ല. ഇന്ന് ഫുള്ള് നേരം വൈകിട്ടോ, മൊത്തത്തിൽ ഇന്ന് നേരം വൈകി. ഇന്നിപ്പോൾ എന്തേ ഇന്നൊക്കെ ആയിട്ട് നേരം വൈകി. അപ്പോൾ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ കയറുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചോറൊന്നും തിന്നിട്ടില്ല. ഐസമോള് തിന്നില്ലല്ലോ. ഐസമോള് ചോറൊന്നും തിന്നിട്ടില്ല കേട്ടോ. കർട്ടന്മ കളിച്ച് അതിപ്പോൾ കേടരും കേട്ടോ. ഐസ ഇങ്ങനെ വീളും കാട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഉച്ചക്ക് ഉറങ്ങൂല കേട്ടോ. ഒറ്റ ദിവസം ഉച്ചക്ക് ഉറങ്ങൂല. കുറേ ആയിപ്പോൾ ഉച്ചക്ക് ഉറങ്ങിയിട്ട്. എന്നിട്ട് വെളും കാട്ടിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ദിവസം വീഡിയോ ഒന്നും ഇടലില്ല കേട്ടോ. അപ്പോൾ കുറേ ആയി വീഡിയോ ഒക്കെ ഇങ്ങനെ ഡയലി ഇട്ടിട്ട് എൻ്റെ പോകുന്നേരം പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടുന്ന് പിന്നെ അങ്ങനെ പോകും, അങ്ങനെ വീഡിയോ എടുക്കൂല. ഒരു മിനിറ്റ്, ഇവിടെ വേളിലാണ്, വേള് കാട്ടല്ല. അതാ വേള് നല്ല വേളായിക്കണം അല്ലേ? പോയി ചോറ് നട്ടോ. പിന്നെ ചോറ് നട്ട ചോർക്ക് എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഐസമോളും തിന്നിട്ടില്ല, പോകും കൊടുക്കണം. ഒക്കെ നല്ല വേളയിക്കണം ഇപ്പോൾ. അപ്പോൾ ചോറ് നട്ട 3 വയസ്സാവാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ വേളുകളൊക്കെയാണ്. അപ്പോൾ ചോറ് നട്ട് കാണാം. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെ ചോറൊക്കെ ഉള്ളത് നോക്കിയാലോ. അപ്പോൾ ഞാൻ ചിക്കൻ കിട്ടീന് കേട്ടോ. അപ്പോൾ അതിനോട് കടായി ആക്കി, പിന്നെ നമ്മൾ കോളിഫ്ലവർ ഇല്ലേ അത് പൊരിച്ചതും, പിന്നെ കാരക്കച്ചാർ കേട്ടോ. നല്ല ടേസ്റ്റുള്ള കാരക്കച്ചാറാട്ടോ. കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് ആയിട്ടുള്ളൂ, കുപ്പി തീരാനായിട്ട്. അപ്പം പിന്നെ കറി ഉണ്ടാക്കിയില്ലേ കേട്ടോ. കോഴിക്കടായൊക്കെ ഉള്ളതിനോട് അത് മതി, കറി വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറി ഉണ്ടാക്കിയില്ല. അപ്പം പിന്നെ ഞാനും ഇസമോളും ചോറൊക്കെ നോക്കും കൊടുക്കുന്നുണ്ട്, ഞാനും തിന്നുന്നുണ്ട്. ചോറൊക്കെ തിന്നാൻ ഞാൻ ചോറ് തിന്നപ്പോൾ തന്നെ ഇങ്ങനെ ചീയുണ്ടായിനി കേട്ടോ. വെളുവിളിയും വിളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ചീയണുണ്ടായിനി, ഓരോന്നിങ്ങനെ പറഞ്ഞാണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതാക്കണ ഇവർക്ക് ഉറക്കം വന്നിട്ടേ. അപ്പം ഞാൻ ഉറങ്ങാൻ സമ്മതിക്കാതെ ഒന്നതിന് വൈകുന്നേരം ആയല്ലോ. അപ്പോൾ ഉറങ്ങിയാൽ പിന്നെ രാത്രി ഉറങ്ങൂല, തീരെ ഉറങ്ങൂല. ഇപ്പം അതാ നല്ല ഉറക്കം ഉറങ്ങി. ഓളെന്നെ കേട്ടോ പുതപ്പൊക്കെ ചുരുട്ടിക്കുട്ടി വെച്ചക്കാണ്ട് ഓള് ഉറങ്ങിട്ടോ. ഞാൻ ചോറുന്നപ്പം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ നിരോത്സവമൊക്കെ ഉണ്ടായിനി. ഉറക്കം ഇങ്ങോട്ട് തലയിൽ കയറിയിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ വേറെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിയതിന്. ഇപ്പോൾ ഉറങ്ങിയാൽ എന്താ അറിയുമോ, രാത്രി തീരെ ഉറങ്ങൂല. അപ്പോൾ കുറേ ദിവസമായിട്ട് ഉച്ചക്ക് ഉറങ്ങിയില്ല. ഇപ്പോൾ കുറേ ആയി ഉച്ചക്ക് ഉറങ്ങിയിട്ട്. ഇപ്പോൾ ഇന്ന് ഉറങ്ങിക്കിടങ്ങി. എൻ്റെ രാത്രി ഇന്ന് എനിക്ക് രാത്രി ഇന്ന് ഇനി ഉറങ്ങൂല രാത്രി. ഓൾ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഉറങ്ങാനും സമ്മതിക്കൂല കേട്ടോ. ഓൾ ഓരോ കഥ പറഞ്ഞ് ഉത്തർക്കും, അത് കേട്ട് നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പം ഞാൻ എപ്പോഴാണ് നീച്ചറിയില്ല. 4:30 ആയിട്ടോ ഇപ്പം തന്നെ സമയം. ഇനി എപ്പോഴാണ് ഓള് നീച്ച എനിക്കറിയില്ല. എന്നോട് തറവാട്ടിക്ക് പോവാന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചിന്. ഞാൻ ചോറുന്നുമ്പോൾ മോളി ചോറൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് തറവാട്ടിക്ക് പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിനി. അപ്പം ഞാൻ പറഞ്ഞേ അവിടെ ഉമ്മയൊന്നുമില്ല, ഇപ്പൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ഉണ്ട്, അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പോൾ ഞാൻ ചോറൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞു. ചോറൊന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒക്കെ ഉറങ്ങണം. ഉറക്ക് തല കയറിയിട്ടാണ് ഓരോന്ന് പറഞ്ഞ് നിലവിളിച്ചത്. പിന്നെ ഉറങ്ങണം. അങ്ങനെ 37 ഉറങ്ങി. ഇനി നല്ല കഥ ഉണ്ടാവും ഇന്ന് രാത്രി. ഞാൻ ഓരോന്ന് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മനെ വിളിച്ചാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത് നോക്കും ഉമ്മനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല കേട്ടോ. എൻ്റെ അവിടെ പിന്നെ റേഞ്ചും ഇതൊന്നുമില്ലല്ലോ, വൈഫൈ ആണ്. കറണ്ട് പോയാൽ പിന്നെ കിട്ടൂല. അപ്പം ഇമ്മാനെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. ഉമ്മാനെ വിളിച്ച് കിട്ടണമെങ്കിൽ പിന്നെ കുറച്ച് നേരം അയക്ക് നോക്കിന്നോണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റീന്. അപ്പോൾ ഓള് ഉറങ്ങി. പാവല്ല, ഉറങ്ങിക്കോട്ടെ. ഇനിയിപ്പോൾ നീച്ച അങ്ങനെ നെലോളിയും വിളിയായിരിക്കും ഓള്. ഇങ്ങനത്തെ സമയം ഇപ്പോൾ വൈകുന്നേരമാണല്ലോ. വൈകുന്നേരത്തെ സമയത്തൊക്കെ ഉറങ്ങിയായിട്ട് തെളിയാതായിട്ട് നീച്ചുമ്പോൾ പിന്നെ അങ്ങനെ നെലോളിയും വിളിയായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞാണ്ട് അങ്ങനെ നെലോളിച്ചു. അങ്ങനെ ചോറുന്നലൊക്കെ കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറ് അല്ല കൂട്ടാനുകളൊക്കെ. അപ്പം കുറേ ചോറൊക്കെ തിന്ന് ഞാനിപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കടന്നിട്ടോളെടുത്തു. പിന്നെ ഞാൻ വീഡിയോ എടുക്കണത്. അപ്പോൾ വൈകുന്നേരം ആയും ചെയ്തല്ലോ. അപ്പം ഞങ്ങൾ തന്നെ ഉള്ളു പെരയിൽ. ഇന്നലെ ഇതുപോലെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ഉറങ്ങി. ഇന്നലെ ഉള്ളു ഇവിടെ ഇല്ലേനി കേട്ടോ. ഷെമിൻ്റെ ഇപ്പോൾ പുറത്തു പോയിനി.
അങ്ങനെ ഉണ്ട് ഷെമി വീഡിയോ ഇട്ടിരുന്നു. ഇവളെല്ലാം ഉറക്ക് ഇങ്ങനെ കാറ്റ് തട്ടി ഇങ്ങനെ പോയിട്ടേക്കും. ഇവള് ഇന്നലെ ഒരു മഗ്‌രിബൊക്കെ കഴിഞ്ഞാലേന്ന് എനിക്ക് തോന്നുന്നത് ഉറങ്ങി. എന്നിട്ട് തിരിച്ച് വന്നപ്പോൾ 9 മണി 9:30 കഴിഞ്ഞ ഓല് പെരയിലെത്തിയപ്പോൾ അപ്പോൾ നീച്ചണം കേട്ടോ. എന്നിട്ട് പിന്നെ ഉറങ്ങില്ല. പിന്നെ അവള് ചോറൊക്കെ തിന്നു. ഓല് പോയ കഥയൊക്കെ എനിക്ക് ഇങ്ങനെ പറഞ്ഞുതരാം. കുറേ നേരം കഴിഞ്ഞാലേ പിന്നെ ഉറങ്ങിയത്. ഓളിങ്ങനെ രാത്രി ആകുമ്പോൾ ഓള് കഥ അറിയാനൊക്കെ നിൽക്കും. അപ്പോൾ ഷെമിൻ്റെ ഒപ്പം പോയിക്കന് ഇന്നലെ. ഓല് പുറത്തൊക്കെ പോയി, ഇടയ്ക്കൊക്കെ പോയി ഇനി ഒരു രണ്ടാളും. പിന്നെ ഇന്നും ഷെമി അവിടെ അല്ല കേട്ടോ. ഇന്ന് ഷെമി പോയിന്. ഓളെ കാണാതെ പോകല. ഒപ്പം പോകാൻ വേണ്ടിയിട്ട് പേരും അലമ്പപ്പോൾ തീരെ ഓള് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. ഭയങ്കര നിലവിളിയും വിളിയും വാശിയാണ്. ഇന്നൊക്കെ പള്ളിയിൽ പോകുമ്പോൾ പെരും നിലവിളിയാണ് ഓളെ കൊണ്ടുപോകാനും വേണ്ടിയിട്ട്. കൊണ്ടുപോകാതെ പോയിട്ട് വാശി അണിച്ചാണ്ട് കുറേ നേരം നിന്നങ്ങനെ നിലവിളിച്ച. വെറുതെ അങ്ങനെ നിന്നങ്ങനെ നിലവിളിച്ച വാശി അണിച്ചാണ്ട്. ഇന്നലെ പോയപ്പോൾ ഒരു കാക്ക പറഞ്ഞു ഇപ്പോൾ ചെറുതല്ലേ. അപ്പോൾ ഒരു കാക്ക ചോദിച്ചായിരുന്നു ഓളൊപ്പം പോന്നിട്ട്. അപ്പോൾ പെൺകുട്ടികളാകുമ്പോൾ അങ്ങനെ പെൺകുട്ടിക്ക് വ്യാപാരമുകൊണ്ടൊരു കുറച്ച് സ്നേഹം കൂടുതലായിരിക്കുമല്ലോ. നമുക്കായാലും അങ്ങനെ. നമുക്ക് പക്ഷേ ഈ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ പറയും വ്യാപാരമുകൊണ്ട് സ്നേഹം കൂടുതലായിരിക്കും അങ്ങനെ. പക്ഷെ ഉണ്ട് സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ എന്നാലും നമുക്ക് ഉമ്മാരോണ്ടും സ്നേഹം തന്നെ ആയിരിക്കും. ഇമ്മാരും വ്യാപാരമൊക്കെ നമുക്ക് തന്നെയായിരിക്കും. അപ്പം ഉമ്മാർക്ക് ഒരു സുഖമില്ലാന്നോ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പോകൂലേ, നമുക്ക് സഹിക്കാൻ കഴിയൂലല്ലോ. അഥവാ നമുക്ക് ഉമ്മാരും വ്യാപാരമൊക്കെ എൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഉമ്മയും വാപ്പയൊക്കെ ഒരു കോണം തന്നെയാണ് എന്നാൽ എൻ്റെ ഒരു ഇത്. പക്ഷെ വാപ്പാനോട് സ്നേഹം കൂടുതൽ പെൺകുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ എല്ലാവരും പറയും വാപ്പാരോട് സ്നേഹം കൂടുതലായിരിക്കും. ശരി തന്നെയാണ് കേട്ടോ. പക്ഷെ ഉമ്മാരോട് നമുക്ക് അതുപോലെ സ്നേഹം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഞാൻ എല്ലാവർക്കും അങ്ങനെയാണോ എനിക്കറിയില്ല. ഇവള് പക്ഷെ ഷെമിൻ്റെ ആളാട്ടോ. ഷെമിൻ്റെ ഒപ്പം തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓള് ഷെമിൻ്റെ ഒപ്പം ചെറുപ്പത്തിൽ ഇങ്ങനെ ഇവിടെ വന്നൊക്കെ നിന്നു കേട്ടോ. ഷെമിൻ്റെ ഒപ്പം അങ്ങനെ വന്നിക്കാണ്ട് ഒറ്റക്ക് നിന്നൊക്കെ ചെയ്തേക്കണം. പക്ഷെ ഇപ്പോൾ കുറച്ചിടായിട്ട് ഇന്നെങ്ങനെ ചോദിക്കും. ഞാൻ കുറച്ചൊന്നും അങ്ങോട്ട് എവിടേക്കെങ്കിലും മാറി നിന്നാലും കാണാതായാലും ഇങ്ങനെ ചോദിക്കും. ഇല്ലെങ്കിൽ ഓൾക്ക് ഇവിടെ എത്ര നേരം വേണമെങ്കിലും നിൽക്കും. ഇൻ്റോടെ അങ്ങനെ നിൽക്കില്ലേനി. ഇൻ്റോടെ എപ്പോഴും ഇന്നങ്ങനെ തരും. പക്ഷെ ഇവിടെ എത്ര നേരം വേണമെങ്കിലും നിൽക്കേനി. ഇപ്പം ഓള് ഇവിടുന്നായാലും ഇപ്പം ഇന്നെങ്ങനെ ചോദിക്കും. ഇല്ലേലും ഓൾക്ക് ഷെമി തന്നെ മതിയേനി. ഞാൻ തീരെ വേണ്ടില്ലേനി. അപ്പോൾ ഇവള് പാപ്പ കുട്ടിയാട്ടോ. ഓള് എങ്ങോട്ട് വേണമെങ്കിലും ഷെമിൻ്റെ ഒപ്പം ഒറ്റക്ക് പോകും. ഞാൻ അല്ലാതെയൊക്കെ പോകും. എല്ലാവരും അങ്ങനെ തന്നെ. പെൺകുട്ടികൾ ഇങ്ങനെ ആൺകുട്ടികളും ഉമ്മാരോണ്ടും പെൺകുട്ടികൾ വാപ്പാരോണ്ടും അങ്ങനെയാണല്ലോ പറയൽ സ്നേഹം കൂടുതലാണെന്നൊക്കെ. അപ്പോൾ എന്തായാലും അപ്പം ചെറിയൊരു വീഡിയോ കിട്ടും. ഞാൻ ഇങ്ങനെ ഉച്ചക്ക് ഇങ്ങനെ ഞാൻ രാവിലെ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിനി വീഡിയോ എടുക്കാൻ. ഞാൻ അങ്ങനെ വിട്ടുപോയി. അപ്പോൾ ഉച്ചക്കാണ് തുടങ്ങിയത്. ചെറിയൊരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ.